ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഭാവന പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ പേര് വരുന്നത് ദ ഡോർ എന്നാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു ഹൊറർ ത്രില്ലർ, ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഭാവനയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജയദേവാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഭാവനയെ കൂടാതെ ഈ സിനിമയിൽ ഗണേഷ്, വെങ്കിട്ടരാമൻ, പ്രിയ വെങ്കട്ട്, ജയപ്രകാശ്, ശ്രീരഞ്ജിൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് ഏകദേശം 2 മണിക്കൂർ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചെന്നൈയിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ നായിക ഭാവനയായിരിക്കും. മിത്ര എന്നായിരിക്കും പേര്. അപ്പം പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഇടയിൽ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ വലിയൊരു പ്ലോട്ടിൽ 13 ഏക്കറിൽ ഒരു വലിയൊരു പ്ലോട്ടിൽ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുകയാണ്. അവിടെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതായത് ഒരു ഫ്ലാറ്റ് മീൻസ് ഫ്ലാറ്റ് കൂടാതെ എല്ലാ ജിമ്മ് അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരു അമ്പലം കൂടി ഉണ്ടാവും ആ ഒരു പ്ലോട്ടിൽ. അത് പൊളിച്ചിട്ട് അവിടെ വേറൊരു അമ്പലം പണിയാനുള്ള പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ അത് പൊളിച്ചതിന് ശേഷം പൊളിച്ചതിന് ശേഷം ഇവളുടെ ജീവിതത്തിൽ, നായികയുടെ ജീവിതത്തിൽ അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുകയാണ്. അച്ഛൻ മരിക്കുന്നു. അപ്പോൾ ഈ വേറെ കുറേ കുറേ രൂപങ്ങൾ കാണുന്നു. അതുപോലുള്ള കുറേ അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ആ സ്ഥലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിന് ഈ ഒരു സൂപ്പർ നാച്ചുറൽ സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോകുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഇവളുടെ കൂട്ടുകാരും പോലീസ് ഓഫീസറുണ്ട്. ഇവർ എല്ലാവരും കൂടി ഒന്ന് അന്വേഷിക്കുന്ന ഒരു കഥ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതാണ്. അതാണ് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൊറർ എലമെന്റ്സ് എന്നുള്ള സംഭവം സാധാ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്ലീഷേ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ റൂമുകളിൽ അവിടെയും ഇവിടെ ഒരു നേല് പോലെ വന്ന് നിൽക്കുന്നതും ഒന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നതും അതുപോലുള്ള സംഭവങ്ങൾ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഹൊററായിട്ടുള്ള സംഭവം കാണിക്കുന്നത്. പിന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുപോയ സംഭവമാണ്. അതും കൂടുതലായിട്ടൊന്നുമില്ല. ഇവർ അന്വേഷിച്ചു പോകുന്നതും എന്താണ് സംഭവം, ആ ഒരു സ്ഥലത്തെ സംഭവങ്ങൾ എന്താണെന്നുള്ള അന്വേഷിച്ചു പോകുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവം, ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഭാവന അടിപൊളിയാക്കിയിട്ടുണ്ട്. ഭാവന ആ സ്ക്രീനിൽ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ സിനിമ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഈ സിനിമയുടെ തിരക്കഥ തന്നെയായിരുന്നു. എന്തിനോ കുറേ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ല. അവസാനത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു സംഭവം എന്നുള്ളതാണ്. എങ്ങോട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാലും ഈ സിനിമയുടെ സ്റ്റോറി, അതായത് തിരക്കഥ തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ളത്. ക്ലീശ ആയിട്ടുള്ള സംഭവമാണ്. വെറുതെ സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിൽ കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ദ ഡോർ എന്നുള്ള ആ ഒരു പേര് ഇവരെന്തിനാണ് ഈ സിനിമയിൽ കൊടുത്തതെന്നുള്ളതും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. നിങ്ങളുടെ ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.